പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. നിങ്ങൾ ഇതുവരെ 7ാം ക്ലാസ് വരെ ബേസിക് സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിലും 8ാം ക്ലാസ്സിൽ ഹൈസ്കൂളിൽ എത്തുന്ന സമയത്ത് ബേസിക് സയൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3ആയിട്ടാണ് കാണുന്നത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ നമ്മൾ കണ്ടൻസിൽ നോക്കുന്ന സമയത്ത് ആദ്യത്തെ 3 ചാപ്റ്റർ ഫിസിക്സിൽ വരുന്ന ചാപ്റ്റേഴ്സാണ്. മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്, മോഷൻ ആൻഡ് ഫോഴ്സ്, പ്രഷർ. പിന്നെ വരുന്ന 3 ചാപ്റ്റർ കെമിസ്ട്രിയുടെ ഭാഗമാണ്. കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, 5th ചാപ്റ്റർ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്, ആൻഡ് 6th ചാപ്റ്റർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. പിന്നെ വരുന്ന 3 ചാപ്റ്റർ അത് ബയോളജിയാണ്. ചാപ്റ്റർ 7 ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ്. ചാപ്റ്റർ 8 ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ്. 9th ചാപ്റ്റർ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്. ഇങ്ങനെ ബേസിക് സയൻസ് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട് ഉള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിലെ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു മെക്കാനിക്കും കുട്ടികളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ മെക്കാനിക്ക് പറയുന്നത്, The engine of this car is manufactured in Japan and the other parts in India. അതായത് ഈ കാറിൻ്റെ എൻജിന് ജപ്പാനിലും മറ്റു പാർട്സുകൾ ഇന്ത്യയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിക്ക് ഉണ്ടായ ഡൗട്ട്, ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചേർഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അതായത് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പാർട്സുകളൊക്കെ എങ്ങനെയാണ് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നത് അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്നതെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫോണൊക്കെ ഡിസ്പ്ലേ ഒക്കെ വ്യത്യസ്ത കമ്പനിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ കൺട്രിയിൽ നിന്നായിരിക്കും. അതേപോലെ ഓരോ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സമയത്ത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള പാർട്സുകളൊക്കെ കൂട്ടി യോജിപ്പിച്ചാണ് എന്തുണ്ടാക്കുന്നത്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഹാവ് യു നോട്ടീസ്ഡ് ദ ചൈൽഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, റൈറ്റ് ഇറ്റ്. ഇവിടെ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞത്. To solve such a problem in our daily life, it is necessary to measure and state the characteristic properties of object and phenomena. അതായത് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ. സച്ച് മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ, അതായത് ഇൻ്റർനാഷണലി യൂസ് ചെയ്യുന്ന കുറച്ച് ക്വാണ്ടിറ്റീസാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് ഒബ്ജക്ട്സിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൗതിക അളവുകൾ എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് താഴെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 1.2, 3 and 4 അല്ലേ? ഈ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് പേജിൽ 3 പിക്ചറുണ്ട്. ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഓരോ സിറ്റുവേഷനും ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഏതെന്ന് ആ ടേബിളിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 1ാമത്തെ ഫിഗറിൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷറിങ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്, ഒരു കുഴിയുടെ ആഴം മെഷർ ചെയ്യാണ്. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്താണ്, നമ്മൾ നീളമാണ് മെഷർ ചെയ്യുന്നത്. 2ാമത്തെ ഫിഗറിൽ മെഷറിങ് ദ വെയ്റ്റ് ഓഫ് വെജിറ്റബിളിലെ ത്രാസിൽ വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്, ആ വെജിറ്റബിളിൻ്റെ വെയ്റ്റാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ മാസ്സാണ് ഉപയോഗിക്കുന്നത്. 3ാമത്തെ ഫിഗറിൽ ടേക്കിംഗ് മെഷർമെൻറ്റ് ബൈ എ ടൈലർ അല്ലേ? ഒരു ടൈലർ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് മെഷർ ചെയ്യുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത്ത്, നീളം തന്നെയാണ് എടുക്കുന്നത്. 4th ഫിഗർ യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ് അല്ലേ? നമുക്കറിയാം സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 5th വരുന്നത് മെഷറിങ് ബ്ലഡ് പ്രഷർ അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പ്രഷർ ചെക്ക് ചെയ്യും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി പ്രഷറാണ്. 6th വൺ മെഷറിങ് ബോഡി ഹീറ്റ് അല്ലേ? അതായത് ബോഡി പനിയൊക്കെ ഉള്ള സമയത്ത് ബോഡി ഹീറ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബോക്സ് കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്: ലെങ്ത്ത്, മാസ്, ടൈം, പ്രഷർ, ടെമ്പറേച്ചർ, ഇതൊക്കെ. ഇൻ ഓൾ ദി എബോവ് സിറ്റുവേഷൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹെൽപ്പ് സോൾവ് ദ പ്രാക്ടിക്കൽ പ്രോബ്ലം സ്യൂട്ടബിളി. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് പോയിട്ട് ഒരു മെഷർമെൻറ്റ് പറയുകയാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻ്റ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഏരിയ, വോളിയം, ഡിസ്റ്റൻസ് അല്ലേ? ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. ക്യാൻ ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ബി മെഷേർഡ് ഡയറക്റ്റ്ലി? നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കഴിയില്ല അല്ലേ?
In situations where direct measurement is not possible, can you write them with reference to other physical quantity? അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കൂടെ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ദർ ആർ മെനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എമംഗ് ദം ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിച്ചു. അതിൽ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7 ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എന്ത് പറയുന്നത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്തെന്നും അതിൻ്റെ യൂണിറ്റൊക്കെ പഠിക്കാനുള്ള എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു വെക്കണം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇത്രയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ വരുന്നത്. ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇഫ് സോ, വാട്ട് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? അതായത് എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് ഇതിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് that exist independently and cannot be expressed in terms of other quantities. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അളവുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും, അതായത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിലനിൽക്കുന്നതും, മറ്റൊരു ക്വാണ്ടിറ്റീൻ്റെ ടൈമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതുമാണ്. അതായത് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നതാണ്, മറ്റൊരു ക്വാണ്ടിറ്റി വെച്ച് നമുക്കിത് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ല. ഇത്തരം ക്വാണ്ടിറ്റീസാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെൻഷൻഡ് ഇൻ ദ ടേബിൾ ആൻഡ് ലിസ്റ്റ് ദം ബിലോ. ഇവിടെ നമ്മൾ ആ ടേബിളിൽ മെൻഷൻ ചെയ്ത് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതാനാണ് പറഞ്ഞത്. ലെങ്ത്ത്, ടൈം, മാസ്, ടെമ്പറേച്ചർ. അതായത് ഈ എഴുതിയിട്ടുള്ള ഈ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് മറ്റൊരളവ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അതായത് എക്സാമ്പിളായിട്ട് ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ലെങ്ത്ത് തന്നെ എടുക്കുക, പക്ഷേ നമ്മൾ ഏരിയ എന്ന് പറഞ്ഞൊരു എടുക്കുന്ന സമയത്ത്, ഏരിയ കാണുന്ന സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ലെങ്ത്തും വിഡ്ത്തുമാണ്. അപ്പോൾ ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, 2 ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ്. അപ്പോൾ മറ്റ് ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നറിയപ്പെടുന്നത്. ഇൻ അവർ ഡെയിലി ലൈഫ് ഡു വി യൂസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓൺലി? നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാത്രമാണോ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത്? ഇവിടെ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ യൂസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. രണ്ടാമത്തെ ഫിഗറിൽ വോളിയാണ് മെഷർ ചെയ്യുന്നത്. റെക്കോർഡ് ഹൗ ഈച്ച് ഓഫ് ദം ഈസ് ഫൗണ്ട് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ പെയിൻറ്റിങ് ദ വാൾ, അല്ലേ, ഒരു സിറ്റുവേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു ചുമര്, ഈ വാൾ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് ഫൈൻഡിങ്, എങ്ങനെ നമ്മൾ ഏരിയ കാണുന്നത്, ലെങ്ത് ഇൻറ്റു വെഡ്ത്ത്, അല്ലേ, ലെങ്ത്ത് വിഡ്ത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഏരിയ കിട്ടുന്നത്. ദെൻ മെഷർമെൻറ്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ്, ഒരു ലിക്വിഡിൻ്റെയോ മെഡിസിൻ്റെയോ ഒക്കെ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വോളിയമാണ്. വോളിയം ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ദ മെഷറിംഗ് ജാർ ഇൻ ടു ഹൈറ്റ്. അതായത് നമ്മൾ സർക്കംഫറൻസും ഹൈറ്റും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വോളിയം കാണുന്നത്. വിച്ച് ആർ ദ ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഹിയർ ടു ഫൈൻഡ് ഏരിയ ആൻഡ് വോളിയം? അപ്പോൾ ഇവിടെ നമ്മൾ ഏരിയയും വോളിയം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഏതൊക്കെ അളവുകളാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓൾ ഓഫ് ദം ആർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പൊസിഷൻ അറിയണ്ടേ, അല്ലേ? ഈ പറഞ്ഞിട്ടുള്ള അളവുകളൊക്കെ എന്താ, 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ലെങ്ത്തായാലും വിഡ്ത്തായാലും ഹൈറ്റായാലും ഒക്കെ എന്താ, 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ഇവിടെ യൂസ് ചെയ്യുന്നത്. The distance between 2 positions represents a physical quantity called length, അല്ലേ? 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ദൂരത്തിനാണ് നമ്മൾ എന്ത് പറയുക, ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതെന്ന് ചോദിച്ചാൽ അവിടെ ലെങ്ത് ആണ് നമ്മൾ ആ ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വി ഹാവ് യൂസ്ഡ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഓഫ് ലെങ്ത് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഏരിയ ആൻഡ് വോളിയം. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഡ്ത്തും ഹൈറ്റും എന്നല്ല പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെങ്ത് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഏരിയയും വോളിയം ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. വി ഹാവ് യൂസ്ഡ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഓഫ് ലെങ്ത് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഏരിയ ആൻഡ് വോളിയം. Such quantities that can be found out using fundamental quantities are called derived quantities. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് കണ്ടെത്തുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ് പറയാം. Now write a definition for derived quantity. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണ്?
quantities that can be expressed in terms of fundamental quantities or derived quantities. നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ അത് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ക്വാണ്ടിറ്റീസിനാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ ലെങ്ത്ത് വരുന്നുണ്ട്. ആ ലെങ്ത്ത് നമ്മൾ ഏരിയ കാണണമെങ്കിൽ ലെങ്ത്തിൻ്റെ വിടുത്താണ് യൂസ് ചെയ്യുന്നതെങ്കിലും രണ്ടും ലെങ്ത്തും വിടുത്തും ഒക്കെ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഓൾറെഡി എന്താണ് ഹൈറ്റ് വരികയാണെങ്കിലൊക്കെ തന്നെ ലെങ്ത്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെങ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്, ഏരിയയും വോളിയും ഒക്കെ കാണുന്നത്. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും മറ്റു ക്വാണ്ടിറ്റീസിനെ. അങ്ങനെ ഉണ്ടാകുന്ന ക്വാണ്ടിറ്റീസിനാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. Then ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 1.11 സി ഹൗ ദ മാസ് ഈസ് മാർക്ക്ഡ് ഓൺ എ ഗ്യാസ് സിലിണ്ടർ. അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗ്യാസ് സിലിണ്ടറിൻ്റെ പുറമെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. മാസ് മാർക്ക്ഡ് ഓൺ ദ സിലിണ്ടർ എത്രയാണ് അവിടെ എഴുതിയിട്ടുള്ള നമ്പർ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 14.2 കിലോഗ്രാം ആണ്. ഹിയർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് മാസ് ഈസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് എ ന്യൂമറിക്കൽ വാല്യൂ 14.2. അതായത് ഒരു നമ്പർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വാല്യൂ എഴുതിയിട്ടുള്ളത്. അതതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ കൂടെ ഒരു യൂണിറ്റും കൂടെ. എന്താണ് യൂണിറ്റ് എഴുതിയിട്ടുള്ളത്? കിലോഗ്രാം എന്നാണ് എഴുതിയിട്ടുള്ളത്. സിമിലർലി കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഷോൺ ഇൻ ദ പിക്ചർ ബിലോ അലോങ് വിത്ത് ദെയർ ന്യൂമറിക്കൽ വാല്യൂസ് ആൻഡ് യൂണിറ്റ്സ്. അല്ലേ, അതായത് നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ മാത്രം പറഞ്ഞിട്ട് നമുക്കൊരു കടയിൽ പോയി സാധനമൊന്നും വാങ്ങാൻ കഴിയില്ലല്ലോ. നമ്മൾ എക്സാമ്പിളായിട്ട് അല്ലേ ഒരു പച്ചക്കറിയോ തക്കാളിയാണ് വാങ്ങുന്നതെങ്കിൽ ജസ്റ്റ് 1 എന്നോ 2 എന്നോ നമ്പർ പറഞ്ഞാൽ മതിയാകുന്നില്ല. അല്ലേ, അതിൻ്റെ കൂടെ നമ്മൾ എന്തോ കൂടെ പറയണം, 1 കിലോഗ്രാം അല്ലെ 2 കിലോഗ്രാം എന്ന് പറഞ്ഞാലേ കറക്റ്റ് ആ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് മാത്രം പറയണം, ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റും കൂടെ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫിഗറിലൊന്ന് നോക്കാം. ടേബിൾ 1.3 ഫസ്റ്റ് ഫിഗറായിട്ട് കൊടുത്തിട്ടുള്ളത് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അവിടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നൊരു ഫിഗറാണ്. അവിടെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തത് 37.8 ആണ്. അതിൻ്റെ യൂണിറ്റ്, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൽഷ്യസ് ആണ്. അപ്പോൾ മോഡ് ഓഫ് മാർക്കിംഗ് മെഷർമെൻറ്റ് എഴുതുന്നത് സെൽഷ്യസ് എന്നത് 37.8 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് എഴുതുന്നത്, മാർക്ക് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫിഗർ 1.13 ഒരു കുട്ടിയുടെ ഹൈറ്റ് കാണാനാണ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ആണല്ലോ. സോ ആ കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 164 ആയിരിക്കും. അപ്പോൾ യൂണിറ്റ് സെൻറ്റിമീറ്റർ. നമ്മൾ സാധാരണ ലെങ്ത്ത് മെഷർ ചെയ്യുന്നതില്ലേ, ഹൈറ്റൊക്കെ മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലാണ്. ദെൻ മോഡ് ഓഫ് മാർക്കിംഗ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ഫിഗറിൽ 1.14 മാസാണ് മെഷർ ചെയ്യുന്നത്. അവിടെയുള്ള ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത് 1 kg എന്നാണ്. അപ്പോൾ ഈ യൂണിറ്റ് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ച് വെക്കണം. വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ടേബിൾ എബോവ്. അല്ലേ, എന്താണ് നമുക്ക് മനസ്സിലായത്? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. അതായത് ഒരു നമ്പർ ഉണ്ടാവും, വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പറും അതിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിലാണ് നമ്മളെങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. 8ാം ക്ലാസ്സിൽ ഇപ്പോൾ മാറിയ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.